ഹലോ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഫ്രൂട്ട് ഐസും അതേപോലെ ഐസ് ക്യൂബ്സും എങ്ങനെയാണ് ഡോഗ്സിന് കൊടുക്കാം എന്നുള്ളതാണ്. ഫ്രൂട്ട് ഐസായിട്ട് നമുക്ക് വേണമെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ വാട്ടർമെലണാണ്. ഇതിൻ്റെ സ്ഥാനത്ത് ആപ്പിളോ അല്ലെങ്കിൽ ബനാന, അതേപോലെ മാംഗോ, അങ്ങനെ കൊടുക്കാൻ പറ്റിയ എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. സിട്രിക് ഫ്രൂട്ട്സ് മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കും. പിന്നെ വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ കുക്കുംബർ യൂസ് ചെയ്യാം, അതേപോലെ പംകിൻ യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള അവർ കഴിക്കുന്നത് ക്യാരറ്റ്, അതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ഐസ് ക്യൂബ്സ് ആക്കി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. ഇതിന് ജസ്റ്റ് വളരെ ഈസിയാണ്. പീസാക്കുക, അതേപോലെ സ്കിന്നും കളയുക, അതിൻ്റെ സീഡുകളുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് ഒരു ബൗളിലാണ് വെച്ച് ഫ്രീസ് ചെയ്തെടുക്കുക. അത്രമാത്രമേ ഉള്ളൂ. ചൂടുള്ള സമയങ്ങളിൽ അവർക്ക് കൊടുക്കാവുന്നതാണ്. ഒരു 5 എണ്ണം വെച്ചേക്കോ ഒരു ദിവസം കഴിച്ചുകൊള്ളും. അടുത്തത് ഐസ് ക്യൂബ്സ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. സാധാരണ വാട്ടർ മാത്രം വെച്ച് നമ്മൾ ഐസ് ക്യൂബ്സ് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്ര ഇൻട്രസ്റ്റ് വരില്ല. ഇതേപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്തെങ്കിലും ജ്യൂസ് ആക്കി അതിന് സീഡൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം എപ്പോഴും ജ്യൂസ് ആക്കി എടുക്കാൻ. സീഡ് ഇവർക്കുള്ളിൽ പോയ പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്നിട്ട് അത് ജ്യൂസാക്കി അതിനെ നമ്മുടെ മോൾഡുകളിൽ ഒഴിച്ചു വെച്ച് ഫ്രീസ് ചെയ്ത് അവർക്ക് ചൂടുള്ള സമയങ്ങളിൽ കൊടുക്കുക. വളരെ ആശ്വാസം കിട്ടും. കാരണം നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം ഇവരെ കുളിപ്പിക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള സമയങ്ങളിൽ അവർക്ക് ബോഡി ഒന്ന് തണുത്തിരിക്കാൻ വളരെ നല്ലൊരു ട്രീറ്റാണ്. ഇടയ്ക്കൊക്കെ കൊടുത്തു നോക്കുക. എല്ലാ ഡോഗ്സിനും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ ഡോഗ്സിനൊക്കെ വലിയ താല്പര്യമുള്ളതാണിത്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.